മറ്റൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം സമാഗതമായിരിക്കെ ശബരിമല തീർത്ഥാടനം സുഗമമാകുമോ എന്നറിയാനും ഭക്തകോടികളെ അറിയിക്കാനും ജന ടി വി ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച ലൈവത്തോൺ 12.5 മണിക്കൂറിലെത്തിയിരിക്കുകയാണ്. അനന്തപുരിയിൽ നിന്നും പമ്പ വരെ സംഘടിപ്പിച്ച ലൈവത്തോണിൽ ഞങ്ങളുടെ പ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക രംഗങ്ങളിലെ പ്രമുഖരും സജീവമായി പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. തീർത്ഥാടനം ഇക്കുറിയും അയ്യപ്പന്മാർക്ക് കഠിനമാകും എന്ന് തന്നെയാണ് പ്രാഥമികമായ നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രധാന കാരണം വൃശ്ചിക മാസം തുടങ്ങാൻ ഇനി 9 നാളുകൾ മാത്രം ശേഷിക്കെ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. മന്ത്രിതല കൂടിയാലോചനകൾ നടന്നിട്ടില്ല. വകുപ്പുകളുടെ ഏകോപനം എവിടെയും എത്തിയിട്ടില്ല. ഇടത്താവളങ്ങളുടെ അവസ്ഥ പരിതാപകരവും ശോചനീയവുമാണ്. പമ്പാ നദിയും പരിസര പ്രദേശങ്ങളും മലിനമാണ്. നിലവിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഴിച്ചു പണിയാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അവസാന നിമിഷ ഒരുക്കങ്ങൾ ആരുടെ കാർമ്മികത്വത്തിൽ ആവും എന്ന അനിശ്ചിതത്വം തുടരുന്നു. പുതിയ പ്രസിഡന്റിനെയും അംഗത്തെയും കണ്ടെത്തി നിയോഗിച്ചാൽ തന്നെ പരിമിതമായ സമയത്തിനുള്ളിൽ അവർ എന്ത് ചെയ്യും? അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താത്തതും തികഞ്ഞ ഏകോപനമില്ലായ്മയും നിരുത്തരവാദിത്വവും ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. പമ്പാ തീരത്ത് ശീതീകരിച്ച പന്തൽ കെട്ടി 10 കോടി എറിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ കാണിച്ച ശുഷ്കാന്തി മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ കുറ്റമറ്റ നടത്തിപ്പിനായി സർക്കാരും ദേവസ്വം ബോർഡും എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ചോദ്യങ്ങൾ അനവധിയാണ്. ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ശബരിമലയോടുള്ള സർക്കാരിൻ്റെ അനാസ്ഥയും അവജ്ഞയും തുടരുന്നു. അയ്യപ്പ ഭക്തരെ സർക്കാർ വീണ്ടും വെല്ലുവിളിക്കുന്നു. എന്തിന്?